ഒസാക്ക ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പൊതുവെ നമുക്കെല്ലാം അറിയാം, ഫ്ലൈറ്റ് ജേർണി ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭിണികൾ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ട്രാവൽ ചെയ്യുന്നതിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ, ഏത് സമയം വരെ നമുക്ക് ട്രാവൽ ചെയ്യാം, ഇങ്ങനെയുള്ള അനവധി കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാകാറുണ്ട്. ഇന്ന് ഈ കൺഫ്യൂഷൻസിനെല്ലാം മറുപടി പറയാനായിട്ട് one of the senior manager from Osaka Group in one of the vertical company osakaconnect.com-ന്റെ സീനിയർ മാനേജറായിട്ടുള്ള മിസ്റ്റർ ശ്രീജേഷ് ആണ് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ശ്രീജേഷിന് സ്വാഗതം. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ശ്രീജേഷ്, ഇപ്പോൾ പൊതുവെ നമ്മുടെ പാസഞ്ചേഴ്സ് ഇന്ന് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വേൾഡ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പലർക്കും ഉള്ളൊരു ആശങ്കയാണ്, വൈഫ് പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ മാമിന് തന്നെ അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇത് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അപ്പോൾ നമുക്ക് ഏത് പീരീഡ് വരെയാണ് ഇത് ശരിക്കും നിയമാനുസൃതമായി വലിയ നമുക്ക് നിബന്ധനകളൊന്നുമില്ലാതെ ട്രാവൽ ചെയ്യാൻ കഴിയുന്നത്? സർ, ശരിക്കും നമുക്ക് ടിക്കറ്റിംഗ് ഡെസ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഡൗട്ട്സാണ് ഇത്. പ്രഗ്നൻസി പീരീഡാണ് അല്ലെങ്കിൽ വൈഫ് പ്രഗ്നൻസി പീരീഡിലാണ്, അപ്പോൾ നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യാൻ കഴിയുമോ, എയർലൈൻസിന് എന്തെങ്കിലും റൂൾസ് ഉണ്ടോ, പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ബട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രിക്കോഷണറി മെഷേഴ്സ് ഉണ്ട്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത് പ്രഗ്നൻസി പീരീഡിൻ്റെ 32 വീക്സ് വരെ വിത്തൗട്ട് എനി ഡോക്യുമെൻറ്റേഷൻ പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഇല്ല. ബട്ട് 32 വീക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 35 വീക്സ് വരെ അവർക്ക് ട്രാവൽ ചെയ്യാം. ബട്ട് ദേ ഹാവ് ടു ഗെറ്റ് എ ഫിറ്റ് ടു ട്രാവൽ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഫിറ്റ് ടു ട്രാവൽ സർട്ടിഫിക്കറ്റ് അവരുടെ കൺസൾട്ടിങ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് തന്നെ ഫിറ്റ് ടു ട്രാവൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം ആ ഒരു ഡോക്യുമെൻ്റ് വെച്ചുകൊണ്ട് അവർക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ up to 32 weeks there is no barriers. Yes, she can travel anywhere. Yes, but 32 weeks കഴിഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ എയർലൈൻ്റെ ആയിട്ട് റൂള് പ്രകാരം ആരാണ് ട്രീറ്റ് ചെയ്യുന്നത് ആ കൺസേൺ ഡോക്ടറുടെ കയ്യിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഫിറ്റ് ടു ട്രാവൽ സർട്ടിഫിക്കറ്റ് എന്നാണ് അതിന് പറയുന്നത്. അതിൽ ആ ഡോക്ടർ സ്റ്റേറ്റ് ചെയ്യണം ഈ പാസഞ്ചർ ട്രാവൽ ചെയ്യാൻ ഫിറ്റാണ്, then there are no complications. ഓക്കെ, അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് എയർലൈൻ പാസഞ്ചറിനെ മിക്കവാറും ബോർഡ് ചെയ്തതാണ്. ഇത് യഥാർത്ഥത്തിൽ ആസ് പെർ ദ ആക്ട് റൂൾ ഓൾ ഓവർ ദ വേൾഡ് ഇതൊരു കോമൺ റൂൾ ആണോ, അതേ പർട്ടിക്കുലർ എയർലൈൻ വെച്ചിട്ട് ഈ റൂളിന് എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും ഉള്ളതായിട്ട്? ഇത് കോമൺലി IATA പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പോളിസിയാണ്. ബട്ട് സബ്ജക്റ്റ് ടു എയർലൈൻ. ചില എയർലൈൻസിന് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ 32 വീക്സ് എന്നുള്ളത് ചില എയർലൈൻസ് 31 വീക്സോ, അല്ലെങ്കിൽ ഈ 35 വീക്സ് എന്നുള്ളത് 34 വീക്സോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഫിറ്റ് ടു ട്രാവൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ട്, അത് തന്നെ ചില എയർലൈൻ പറയുന്നത് ട്രാവൽ ചെയ്യുന്നതിൻ്റെ വിത്തിൻ 48 hours എടുത്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഉണ്ട്. ബട്ട് എനിവേ നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സിനോട് സജസ്റ്റ് ചെയ്യുന്നത് ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എയർലൈനുമായിട്ട് റീചെക്ക് ചെയ്തിട്ട് കൺസൾട്ടിങ് ഡോക്ടറുടെ ഒരു ഡിസ്കസ് എടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്നുള്ള ഒരു സജഷൻ കൂടി എടുത്തതിന് ശേഷം മാത്രം ട്രാവൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ്. പൊതുവേ ഈ ഇവർ പ്രഗ്നൻ്റ് ലേഡീസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏരിയയിലോ എന്തെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫെസിലിറ്റേഷൻ പൊതുവേ കൊടുക്കാറുണ്ടോ, അത് റിക്വയർമെൻ്റ് ആയിട്ട് വരാറുണ്ടോ? അങ്ങനെയുള്ള റിക്വയർമെൻറ്റ് ഉണ്ടാവാറില്ല. ഇൻ കേസ് ഇനിയിപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ള കേസസ് ആണ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെൻറ്റ് അവിടെ ആവശ്യം വരിക. അപ്പോൾ അങ്ങനെയുള്ള അഡീഷണൽ റിക്വയർമെൻറ്റ് അങ്ങനെ ആവശ്യമുള്ള സമയങ്ങളിൽ ചില പാസഞ്ചേഴ്സ് വീൽ ചെയർ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. കൂടുതൽ ലോങ് ഡിസ്റ്റൻസ് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എയർലൈനിനോട് വീൽ ചെയർ റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ തന്നെ ചില സന്ദർഭങ്ങളിൽ മെഡിക്കൽ ഫോം എല്ലാം ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ മെഡിക്കൽ ഫോം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർലൈൻ വീൽ ചെയർ കൺഫർമേഷൻ ഫ്രീ ആയിട്ടാണോ ചെയ്ത് കിട്ടുന്നത്? അത് കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ ലോ കോസ്റ്റ് എയർലൈൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ചാർജബിൾ ഉണ്ടായിരിക്കും. ഓക്കെ. പൊതുവെ ഇപ്പോൾ പാസഞ്ചേഴ്സിന് നോക്കുമ്പോൾ പ്രഗ്നൻ്റ് ലേഡീസിനെ എടുക്കുമ്പോൾ ചിലപ്പോൾ നോർമൽ, ദാറ്റ് മീൻസ് ഒരു സിംഗിൾ ബേബി,
ചില കേസിൽ ഡബിൾ, ചില കേസിൽ മൾട്ടിപ്പിൾ, ഇങ്ങനെയുള്ള കാറ്റഗറീസ് എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ഈ 32 months മുമ്പ് അങ്ങനെയുള്ളൊരു കേസിൽ ഐഡൻറ്റിഫൈഡ് ആണ് എങ്കിൽ അത് ട്രാവലിന് അനുവദനീയമാണോ അല്ലയോ? നോർമലി മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ കൂടെ 32 വീക്സിനകം വരെ അണ്ടിൽ 32 വീക്സ് വരെ ട്രാവൽ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഇതുവരെ ഇല്ല. ഈ 32 വീക്സിന് ശേഷമാണെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് അലൗഡ് അല്ല, എയർലൈൻ പെർമിറ്റ് ചെയ്തതല്ല. കാരണം അത് പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റി കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് എയർലൈൻ അങ്ങനെയുള്ള ഒരു റൂള് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 32 വീക്സ് വരെ നമുക്ക് വിത്തൗട്ട് എനി ഡോക്യുമെൻറ്റേഷൻ മൾട്ടിപ്പിൾ പ്രഗ്നൻസി കൂടിയാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ. പൊതുവെ ഈ പ്രഗ്നൻറ്റ് സ്റ്റേജിൽ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പൊതുവെ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഏതെങ്കിലും പർട്ടിക്കുലർ സ്പേസിൽ ഇരിക്കുന്നത് കൊണ്ട് കൂടുതൽ ഗുണപ്രദമാണ് എന്നുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? കൂടുതലും ഫ്രണ്ട് റോയിലോ അല്ലെങ്കിൽ മിഡ് റോയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അതായത് ഫ്ലൈറ്റ് എടുക്കുമ്പോഴും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴും ഒക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും കംഫർട്ട്, കൂടുതലും കംഫർട്ട് ആയിരിക്കുന്നത് എയർക്രാഫ്റ്റിൻ്റെ മിഡിൽ ഭാഗത്തായിരിക്കും, അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിരിക്കും കൂടുതലും കംഫർട്ട് ആയിരിക്കുക. ജെർക്കിങ് അതുപോലുള്ള സംഭവങ്ങൾ, ടേക്ക് ഓഫോ ലാൻഡിങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കുന്നത് എയർക്രാഫ്റ്റിൻ്റെ സെൻട്രൽ സൈഡിൽ ഇരിക്കുന്നതായിരിക്കണം. അപ്പോൾ എയർപോർട്ട് പിക്കപ്പ് ചെയ്യുന്ന സമയത്തും അതുപോലെ ലാൻഡ് ചെയ്യുന്ന സമയത്തുള്ള ഫ്രിക്ഷൻസ്, പ്രഷറും എല്ലാം കുറേ കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പോട്ട്, സെൻട്രൽ സ്പേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നമ്മുടെ വിമാന യാത്രയിൽ എന്നും നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് ഇത് ഗർഭിണി ആയതുകൊണ്ട് എപ്പോഴൊക്കെ ട്രാവൽ ചെയ്യാം, എപ്പോഴൊക്കെയാണ് ട്രാവൽ ചെയ്യാൻ പറ്റാത്തത്, എന്തൊക്കെ ഫെസിലിറ്റിയാണ് നമുക്ക്, എന്തെങ്കിലും അഡീഷണൽ ഫെസിലിറ്റി എയർപോർട്ടിൻ്റെ അകത്ത് ഉണ്ടോ, അതേപോലെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റിൽ ഏറ്റവും കംഫേർട്ട് സോൺ എന്ന് പറയുന്ന ഒരു സ്പേസ് ഏതാണ്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയും ഇന്ന് നമ്മുടെ സീനിയർ ട്രാവൽ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ശ്രീജേഷ് വളരെ അതിമനോഹരമായിട്ട് വിശദമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. വി ആർ വെരി താങ്ക്ഫുൾ ശ്രീജേഷ്, നല്ലൊരു ഇൻസൈറ്റാണ് തന്നത്. താങ്ക് യു. താങ്ക് യു. നമസ്കാരം.